ഹായ്, ഞാൻ ഷമീർ. ഞാൻ ഇന്ന് വന്നത് വളരെ ഈസി അല്ലെങ്കിൽ വളരെ യമ്മി ആയിട്ടുള്ള ഒരു കബാബായിട്ടാണ്. ഈ കബാബിന് മസ്തി കബാബ് എന്നാ പറയാ. വേറെ നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ നല്ല നല്ല സാധനമാണ്. ഇതിന് ഉപയോഗിക്കുന്ന ചിക്കന്റെ ലെഗ് പീസ് മാത്രമാണ്, അത് ഡീബോൺ ചെയ്ത പീസാണ്. അപ്പൊ അത് വെച്ചിട്ടുള്ള വളരെ എന്താ പറയാ ചുരുങ്ങിയ മസാല, നല്ല യമ്മി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധനം. നമുക്ക് അത് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കബാബിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പീസ് ലെഗ് പീസ്, തൈ പീസ്. ഇത് ഫുള്ളായിട്ടുള്ള പീസാണ്. ഇതിപ്പോൾ 2 പീസാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുള്ളായി കിട്ടുവാണെങ്കിൽ, എനിക്കിതിപ്പോൾ പീസായി കിട്ടിയതുണ്ടോ, ഫുള്ളായി കിട്ടുവാണെങ്കിൽ നമുക്കിത് ഡിബോൺ എന്ന് പറയുമ്പോൾ എല്ല് കളയാം, എല്ലില്ലാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനായി കട്ടിങ് രീതി കാണിച്ചു തരാം. ഈ കട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കേട്ടോ. ഇത് മാറ്റി ഈ കാല് നമ്മൾ എല്ല് കളഞ്ഞിട്ട് എടുക്കാം. സാധാരണ എല്ലാ വീട്ടിലെ ഉമ്മമാർക്കൊക്കെ ഇത് അറിയുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കാലിൻ്റെ അറ്റത്തൊന്ന് ഇത് വേർപ്പെടുത്തി. ഓക്കെ, ഇനി നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കുന്നു. ഇത് ഓപ്പൺ ആക്കാം. ഇത് ഓപ്പൺ ആക്കിയിട്ട് എല്ലിന്ന് ഫുള്ളായിട്ട് ഇറച്ചി വിട്ടെടുക്കാം. ഈ ശരിക്കും ഞാൻ 2-3 കബാബുകൾക്ക് ഈ ഒരു മെത്തേഡോ ഈ ഒരു പീസാണ് ഉപയോഗിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ ഇത് കാല് വെക്കുന്നത് പോലെ അല്ല. ഇത് കണ്ടില്ലേ, ഇത് കാണിച്ചു തരുന്നത് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നുണ്ടെന്നുള്ള ഇത് വേണ്ട. എന്താ പറഞ്ഞാൽ ഓരോ ഭാഗങ്ങളും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്ത് ചില സംഗതികളിൽ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ഓക്കെ. അപ്പം ഇതിന്ന് നമുക്ക് 2 പീസാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇത് വേണമെങ്കിൽ 2 പീസാക്കിയിട്ട് എടുക്കാം. ഈ 2 പീസ് നമുക്ക് അതിലേക്ക് മാറ്റാം. അതേപോലെ തന്നെ തൈൻ്റെ ഭാഗവും ഈ രീതിയിൽ ആക്കിയെടുക്കാം. ഇതും 2 പീസ് ആക്കിയിട്ട്, ഇത് ഫുൾ പീസ് വെക്കണം. ഫുൾ പീസ് വെച്ചോളൂ കേട്ടോ. ഞാൻ പിന്നെ 2 പീസ് ആ പ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ട് ചെറിയ പീസാക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇതേ രീതിയിൽ നമ്മൾ ചിക്കൻ്റെ ലെഗും തൈയും മാത്രം എടുത്ത് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരു കോഴിയുടെ ഹാഫ് ഭാഗം എടുത്തതിന് വെച്ചാൽ 2 ലെഗും 2 തൈ പീസും അതാണ്. അപ്പോൾ ആ ഒരു മാരിനേറ്റ് ഇത് ഇത്രയും പീസ് കിട്ടി. ഏകദേശം 10 പീസ് ഉണ്ടാവും. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി, അതിന് 1 ലെമൺ പിഴിഞ്ഞത്, പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക മാരിനേഷൻ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് വെക്കാം കേട്ടോ. അതിന് ശേഷം ബാക്കി മാരിനേഷൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മാരിനേഷന് മെയിനായിട്ട് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂണെങ്കിലും, ഇത് 1 ചിക്കനാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കൂടുതൽ മസാലകളൊന്നുമില്ല. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് നിങ്ങൾ അളവ് ഓർത്ത് വെക്കണേ ജീരപ്പൊടി കേട്ടോ, വേറൊന്നുമില്ല. പിന്നെ ഉള്ളത് നമുക്ക് വരുന്നത് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഇടാം. 2 സ്പൂണ്. അതുപോലെ തന്നെ തൈരും, നല്ല കട്ട തൈരുണ്ട്, തൈരും. ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഉപ്പ് ഇഞ്ചിയൊക്കെ ഇട്ടു. ഇനി ഇത് നന്നായിട്ട് മാരിനേഷൻ ചെയ്യാം. ഇത് 1/2 മണിക്കൂർ. പിന്നെ സോഗിയായിട്ട് തന്നെ വെക്കണം കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇങ്ങനെ സോഗിയായിട്ട് ഉണ്ടാവണം. ഈ രീതിയിൽ ചെയ്തിട്ട് 1/2 മണിക്കൂർ നമുക്ക് ടൈറ്റാക്കി വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ അവിടെ മാരിനേഷൻ ചെയ്ത് വെച്ചല്ലോ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ പുതിന ചട്നി ഉണ്ടാക്കാം. പുതിന ചട്നി പല സ്റ്റൈലിലും ഉണ്ടാക്കൽ. ഞാൻ ഇപ്പോൾ ഒരു റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇഞ്ചി ഇട്ടു, അതുപോലെ തന്നെ പച്ചമുളക് ഇട്ടു 2 പീസ്. പിന്നെ പുതിന ചട്നി ചില ആൾ പിന്നെ കൊറിയാണ്ടർ നമ്മുടെ മല്ലിയില ഇടാറുണ്ട്. മല്ലിയില തന്നെ. അപ്പം മല്ലിയില ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഇവിടെ പുതിന മാത്രമേ ഇടുന്നുള്ളൂ. അതിൽ തണ്ട് ഇടുന്നില്ല. അതുപോലെ തന്നെ ഇല മാത്രം കട്ട് ചെയ്തിട്ട് ഇടാം. നമ്മൾ പുതിന ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്ത ജീര പൗഡർ കേട്ടോ, കുറച്ചൊരു പിഞ്ച. പിന്നെ കാഷ്യൂ ഇടുന്നുണ്ട്. സാധാരണ ആൾക്കാർ കാഷ്യൂ ചേർക്കാറില്ല. അവിടെ കാഷ്യൂ ഒരു പിടിക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ തൈര് കുറച്ച് ചേർക്കുന്നുണ്ട്. ബാക്കി നമുക്ക് മിക്സ് അടിച്ചതിന് ശേഷം ചേർക്കാം. 2 നല്ല കട്ടിയുള്ള, ബാക്കി അടിച്ചതിന് ശേഷം ചേർക്കാം. വെള്ളം ചേർക്കുന്നില്ല. ഇനി ഇത് നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മളെ പുതിന ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്
ആക്കാം. ഇതിലേക്ക് മാറ്റിയിടാം. ഓക്കെ, ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഉണ്ടാവരുത്. ഓക്കെ, ഇത് മിക്സ് ചെയ്ത് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മളെ ചട്നി റെഡിയാണ്. ശരിക്കും നമ്മളെ ചിക്കനിൽ എവിടെയും നമുക്ക് സ്പൈസി ഇല്ല, ഇതിലെ സ്പൈസി വരുന്നുള്ളൂ. അപ്പോൾ അതും ഇതും കൂടിയുള്ള കോമ്പിനേഷനിലാണ് സെറ്റ് ആവുക കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി ചിക്കൻ ആയിട്ട് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. ഒരു പാൻ എടുക്കാം. പാൻ എടുത്തിട്ട് സൺഫ്ലവർ ഓയിൽ കേട്ടോ ഫുള്ളായിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇതാ ഈ ചിക്കൻ ഇതാണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ജ്യൂസി ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് ശരിക്കും എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്യാസിൽ ഞാൻ ഇന്നേവരെ കുക്ക് ചെയ്തിട്ടില്ല. ഗ്യാസിൽ കുക്ക് ചെയ്യാറില്ല, ഞാനിത് ചാർക്കോളിൽ കുക്ക് ചെയ്യാറില്ല. ചാർക്കോളിൽ കുക്ക് ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് വരും. ഇപ്പോൾ നമുക്ക് വീട്ടിൽ എല്ലാവരുടെ അടുത്തും ചാർക്കോൾ ഉണ്ടാകുന്നില്ല, നമ്മുടെ കരി ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഗ്യാസിൽ ഇതെങ്ങനെ ചെയ്യാന്നുള്ള കാണിക്കാന്നുള്ള ഒരു ഉദ്ദേശം കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാം. ഇപ്പോൾ ഗ്യാസിൽ ഇപ്പം നിങ്ങൾക്ക് ഇത് സ്ക്വയറിൽ കുത്തിയിട്ട് ചെയ്യണം, സ്ക്വയറിൽ കുത്തിയിട്ട് ചെയ്യാം. ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, നേരെ ഇതിലേക്ക് വെക്കുകയാണ്. ഇതാ അവിടെ. അപ്പോൾ ലാസ്റ്റിൽ ഞാൻ ജസ്റ്റ് എൻ്റെ അടുത്ത് കുറച്ച് ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, ക്യാപ്സിക്കം ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ, നിർബന്ധമില്ല. ഞാൻ പിന്നെ ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ. ഇത് നമ്മളെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ആ ക്യാപ്സിക്കം ജസ്റ്റ് ഒന്ന് സോട്ടായോട് നമുക്ക് പെട്ടെന്ന് എടുക്കാം, അധികം കുക്കാവണ്ട. ഇതായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് മാറ്റാം. ഇതിൻ്റെ ശരിക്കുള്ള യഥാർത്ഥ ടൈം ഒരു മീഡിയം ഫ്ലെയിമിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു 6 മിനിറ്റ് അല്ല 5 മിനിറ്റ്, പിന്നെ കുറച്ച് സ്ലോ ഫ്ലെയിമിലാണെങ്കിൽ ഒരു 6 മുതൽ 7 മിനിറ്റ് വരെ കേട്ടോ. ആ കുക്കിംഗ് ടൈം ആ രീതിയിൽ ചെയ്താൽ മതി. ഉള്ളി ഇങ്ങനെ നൈസായിട്ട് മുറിക്കാം കേട്ടോ. അത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു സാലഡിന് വേണ്ടിയാണ്. വളരെ നൈസായിട്ട് മുറിച്ചാൽ ഉള്ളിൻ്റെ ടേസ്റ്റ് കൂടും. നിങ്ങളടുത്ത് ലെമൺ ഉണ്ട്, ലെമൺ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വിനീഗർ ആയാലും മതി കേട്ടോ. ഒന്നുമില്ല, ഇത് സിമ്പിളാണ്, എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ കുറച്ച് മുളക് പൊടി, അതത്രേ വേണ്ടു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ക്യാരറ്റ് കൂടെ അതുപോലെ തന്നെ എന്താ പറയുക ഇനി മല്ലിയില ഉണ്ട്, മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതാ ഓക്കെ, ജസ്റ്റ് ഒരു പ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് സൈഡിൽ വെക്കാം. നമ്മൾ ചിക്കൻ എല്ലാം റെഡിയാണ്. നമുക്കിവിടെ പ്ലേറ്റ് ചെയ്യാം കേട്ടോ. ഓരോ പീസ് എടുക്കാം. ഞാൻ ഇതിൽ ചെറിയ ഒരു പ്ലേറ്റിങ് എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ക്യാപ്സിക്കവും സാലഡും പിന്നെ അതുപോലെ തന്നെ മയണീസും വെക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. ഓക്കെ, ഇത്രയും പീസ് വെക്കാം. ഇന്ന് മക്കളും കൂടെ ഇരിക്കുന്നുണ്ട് കഴിക്കാൻ. എല്ലാവരും ഇരിക്കുമെന്നറിയില്ല, എന്നാലും നോക്കാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ക്യാപ്സിക്കം കൂടെ ഒന്ന് പ്ലേസ് ചെയ്യാം. ഗ്രീൻ ഉണ്ടായിട്ടില്ല. നിങ്ങളടുത്ത് ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, യാതൊരു നിർബന്ധമില്ല. പക്ഷേ ഈ ചിക്കൺ ഈ ഫ്ലേവറിൽ തന്നെ എന്തായാലും ചെയ്യാം. അതുപോലെ തന്നെ എന്താ പറയുക, ഈ മീറ്റ് തന്നെ ഉപയോഗിക്കാം, വേറെ മീറ്റ് ഉപയോഗിക്കരുത്. എന്നുവെച്ചാൽ വേറെ മീറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഭാഗങ്ങൾ, കോഴിയുടെ വേറെ ഭാഗങ്ങൾ നിങ്ങൾ ഉപയോഗിക്കരുത്, ഇതന്നെ ഉപയോഗിക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ നമ്മൾ ഓനിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ജസ്റ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഈ ഹൈറ്റ് ലൈൻ ഇട്ട് കൊടുക്കാം. അടുത്തത് നമ്മൾ ആ ഗ്രീൻ ചട്നി ചെയ്തത് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അടുത്തത് പിന്നെ നമ്മൾ ഗ്രീൻ ചട്നി പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഓരോ ഞാൻ ഡ്രോപ്പ് അയ്യോ കുറച്ച് വലുതായി പോയി കേട്ടോ. ഓരോ ഡ്രോപ്പ് ഓരോ സൈസിനനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ കുറച്ച് വലുതായി, കുഴപ്പമില്ല. എന്നാലും ഓക്കെ. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് മയോണൈസും കൂടെ കൊടുക്കാം. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് പ്ലേറ്റിങ് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ കബാബ് മുന്നിലെത്തിയിട്ടുണ്ട്, മസ്തി കബാബ്. ഇത് വേറെ ആരും ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയില്ല, ഞാൻ നമ്മുടെ തന്നെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഒരുപാട് കാലം ഈ സാധനം ചെയ്യുന്നു, ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ഫീഡ്ബാക്കുള്ള ഐറ്റമാണ്. പക്ഷെ കുറച്ച് കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ്റെ ലെഗ് പീസ് മാത്രമല്ല ഉപയോഗിക്കുന്നത്. കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല,
ലെഗ് പീസ് മാത്രമല്ല, വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നിങ്ങൾ കണ്ടല്ലോ, വളരെ എളുപ്പമുള്ള സാധനമല്ല. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എരിവ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ചട്നി കൊടുക്കണ്ട. ചട്നി സ്പൈസിയാണ്. ഇത് തീരെ സ്പൈസി ഇല്ല, കുട്ടികൾക്കും പറ്റും. പിന്നെ അറബിക് ഡിഷ്, അറബിക് കബാബ്സ് താല്പര്യമുള്ളവർക്ക് ഉള്ള പറ്റിയ ഒരു ഐറ്റം ആണ്. അപ്പൊ ഓക്കെ, ഞാനിത് കഴിക്കാം. എന്തേ വേണ മുപ്പര എങ്ങനെ വിടുന്നില്ല കേട്ടാ. ചാച്ചു വേണ ഒന്ന് അന്വേഷണം കൊടുക്കട്ടെ. ഇത് ഞാൻ ഇതാക്കി പോയി കേട്ടാ, ചട്നി ആക്കി പോയി. ഇത് ഞാൻ കഴിക്കാം. എന്നുവെച്ചാൽ ചട്നി ആക്കിയ എരിവുള്ളതുകൊണ്ട് പിള്ളേർക്ക് കൊടുത്താൽ ശരിയാവില്ല. തരാം തരാം. കൂട്ടിയിട്ടാ ഓന് എരിവുള്ളോണ്ട്. ഇഷ്ടപ്പെട്ട എടുത്തോ. എന്നാ ഏതാ വേണ്ടേ? മാണിസ എങ്ങനെയുണ്ട്? എന്തും എങ്ങനെയുണ്ട് പറ. നിക്കോണ. അപ്പൊ ഓക്കെ, ഞാൻ കാര്യത്തിലേക്ക് വരാം. ഇത് കുട്ടികളെ ഇങ്ങനെ തീറ്റിച്ചിട്ട് തന്നെ പോന്നു. സംഭവം വളരെ സോഫ്റ്റ്, വളരെ ടെൻഡറായി. എന്താ പറയാ ഈ ലെഗ് പീസ്, കാലിന്റെ പീസ് ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്കിപ്പോ കാലിന്റെ പീസ് കുക്ക് ചെയ്ത് അല്ല ഗ്രില്ല് ചെയ്ത് എടുത്തു കഴിഞ്ഞാല് നമുക്ക് അതില് ചില ഭാഗങ്ങൾ കുക്കാവാതെ കിട്ടും. കുക്കാതെ തന്നെ ചിലപ്പോ ഒരു വ്യത്യാസങ്ങൾ വരാം. അത് ഒഴിവാക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗമാണ് ഡീബോൺ ചെയ്യുക. ചാച്ചു പോലെ മേടിച്ചിരിക്കും. അപ്പൊ ഡീബോൺ ചെയ്തിട്ട് അത് പിന്നെ എന്താ പറയാ ഇങ്ങനെ ഈ മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ്നെസ് കിട്ടുന്ന അടിപൊളി സാധനമാണ്. അപ്പോ നിങ്ങൾ ഈ മെത്തേഡ് തന്നെ ചെയ്യാം, ഇതേ മസാല തന്നെ ചെയ്യാം. മീറ്റ് മാറ്റരുത്. നിങ്ങൾ ബ്രസ്റ്റ് പീസോ കാര്യങ്ങളോ ഉപയോഗിക്കരുത്. ഈ മസാല അതിന് ടേസ്റ്റ് കിട്ടണമെന്നില്ല. നിങ്ങൾ ലെഗ് പീസ്, തൈ പീസ് മാത്രം ഉപയോഗിച്ചാൽ മതി. എന്നുവെച്ചാൽ ഞാൻ പരീക്ഷിച്ചാണ്, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അപ്പൊ ഇത് നല്ല സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റി ആണ്. അറബിക് ഫ്ലേവേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എന്താന്ന് പറഞ്ഞാല് ഇതില് നച്ചാച്ചൊന്നും കഴിച്ചോ. അപ്പൊ ഇതില് പിന്നെ എന്താ പറയാ എരിവോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എരിവ് വേണ്ടവർക്ക്, ഇന്ത്യൻ ടച്ച് വേണ്ടവർക്കാണ് ഈ പുതിന ചട്നി ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അറബിക്കും വന്നു, ഇന്ത്യനും വന്നു. നിങ്ങൾക്ക് ആ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ പോവുകയും ചെയ്യാം. അപ്പൊ ഓക്കെ, കുട്ടിക്ക് എന്തായാലും ഇഷ്ടമായി. നിങ്ങൾക്ക് നല്ല ഇഷ്ടമായി. കിച്ചണിൽ നേരത്തെ ഓരോന്നോരോന്ന് എടുത്ത് കഴിക്കുന്നുണ്ട്. ചാച്ചു അങ്ങനെയുണ്ട്. അപ്പൊ ഓക്കെ, ഞാൻ ഇതിലേക്ക് വൈകിട്ടപ്പോ പറയാം. അതുപോലെ തന്നെ ഇതാ ഈ ഒനിയനും ഇത് നല്ല ഇതൊക്കെ ഉണ്ട്. ഇതിന്റെ കട്ട് കണ്ടില്ല. ഞാൻ ഇതിന്റെ മീറ്റ് ഒന്നും കാണിച്ചു തരാം. ഒന്ന് ഫോക്കസ് ചെയ്ത് ഒറ്റ ഒന്ന് കാണിച്ചു തരാം. ഇതാ ഞാൻ നേരത്തെ കാണിക്കാൻ പറ്റേ, കണ്ടില്ലേ ആ സോഫ്റ്റ്നെസ് കണ്ടില്ലേ? ഇതാ കണ്ട, അത്രയും നല്ല സൂപ്പർ എന്താ പറയുക ടെൻഡറായിട്ട് വരുന്ന നല്ല മീറ്റാണ്. നിങ്ങൾ ഇതന്നെ ചെയ്താൽ മതി. നല്ല ടേസ്റ്റിയാണ്. ഇപ്പൊ നമുക്കൊരു കബാബ് കഴിക്കാം. ഞാൻ തരാം. കുട്ടികൾക്കും എല്ലാവർക്കും പറ്റിയ തന്നെയാണ്. കുട്ടികൾക്ക് എന്തായാലും ഇത് കൊടുക്കണം. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെയുള്ള വ്യത്യസ്ത കബാബും റിയൽ റെസിപ്പികൾ ഉള്ളത് വേറെ കൊണ്ടുവരാം കേട്ടോ. എല്ലാം വെറൈറ്റീസ് തന്നെ ചെയ്യണം. അങ്ങനെ വേണ്ടല്ലേ, നമുക്ക് വേറെ വെറൈറ്റീസും ചെയ്യാം, വേറെ സാധനവും ചെയ്യാം. അപ്പൊ ഓക്കെ, ഇന്നെങ്കിൽ ഞാൻ ബബായ് പറയാം. അപ്പൊ ബബായ് പറഞ്ഞോ. ബബായ് പറഞ്ഞേ.